അദ്ദേഹം വന്നത് ആരും അറിഞ്ഞില്ലല്ലോ. ഈ നിങ്ങൾ മാധ്യമക്കാർ തന്നെ കണ്ടോ? കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നിട്ട് BJPക്ക് കേരളത്തിൽ അടുത്തൊരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്നൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം വന്നത് ആരും അറിഞ്ഞില്ലല്ലോ. ഈ നിങ്ങൾ മാധ്യമക്കാർ തന്നെ കണ്ടോ? കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് അവിടെയെല്ലാം വേറെ പ്രളയമാണ്, വാർത്താ പ്രളയം. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടായില്ല. അമിത്ഷാ വന്നതും പോയതും മനുഷ്യനറിയില്ല. ഈ ഐഷാ പോറ്റി CPM വിട്ടു പോയിരിക്കുകയാണ്. കൂടുതൽ വിസ്മയം ഉണ്ടാവുന്ന പ്രതിപക്ഷ നേതാവ് അതല്ല അവരോട് ചോദിക്കേണ്ട കാര്യം, കൊല്ലത്ത് ചോദിക്കേണ്ട കാര്യം. ഈ ബീഹാറിൽ നിന്ന് 6 MLA ആകെ ഉണ്ടായിരുന്ന കോൺഗ്രസ് MLA BJPയിലേക്ക് പോയിരിക്കുകയാണ്. അതെ, കോൺഗ്രസ് പരിശോധിക്കേണ്ട ഒരു കാര്യം അതാണ്. കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അവരുടെ തകർച്ചയുണ്ടാക്കുകയാണ്. ഇതവർ ഇവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഡൽഹിയിൽ BJP ഭരിക്കുന്നത് കോൺഗ്രസിനെ കൊണ്ടാണ്. ഇപ്പൊ ബീഹാറിൽ അവരെല്ലാ സീറ്റും ചോദിച്ചു വാങ്ങി. എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് നിർത്തി സീറ്റ് കൊടുക്കേണ്ട കോൺഗ്രസ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികളെയൊന്നും പരിഗണിച്ചില്ല. എല്ലാവരെയും അകറ്റി. കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരികയാണ്. കോൺഗ്രസ് മത്സരിച്ചു, ദയനീയ പരാജയം. ആകെ കിട്ടിയത് 6 സീറ്റ്. ആ 6 സീറ്റിൽ MLA വിട്ടുപോകല്ലേ? അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ദയനീയമായ തകർച്ച എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ച് കോൺഗ്രസ് പാർട്ടി തിരുത്തണം. കോൺഗ്രസിൻ്റെ നയമാണ് പ്രശ്നം. അവരിവിടെ കേരളത്തിൽ എന്താ അവർ ചെയ്യുന്നത്? BJPയും RSSനെയും പ്രോത്സാഹിപ്പിക്കുക, ഇടതുപക്ഷത്തെ എതിർക്കുക, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നയങ്ങളെയും എതിർക്കുക. ഇടതുപക്ഷത്തെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നൊരു പാർട്ടിക്ക് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ഐഷാ പോറ്റി വന്ന വിസ്മയം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കൂടുതൽ വിസ്മയങ്ങൾ ഉണ്ടാവുമോ? അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. CPM അവർ പറയുന്നതിന് മറുപടി പറയാനൊന്നും ഞാനില്ല. അത് അവരോട് തന്നെ ചോദിക്കണം.